ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരാശക്തിയേ നമ. ബഹുമാനപ്പെട്ട സജ്ജനങ്ങളെ, പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ നടക്കുന്ന ഗായത്രി സുഹൃതഹോമ യജ്ഞം അതിൻ്റെ 3-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഹയഗ്രീവ ജയന്തിയുമാണ്, ഒപ്പം തന്നെ ആവണി അവിട്ടവുമാണ്. രണ്ടിനും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വൈദികമായും അതുപോലെ തന്നെ ശ്രമണ സംസ്കാരത്തിലും പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ആവണി അവിട്ടം, ഹയഗ്രീവ ജയന്തി. അപ്പോൾ ഇന്നത്തെ ദിവസം പുരസ്കരിച്ച് ഗണപതി ഹോമത്തോടുകൂടി രാവിലെ സുഹൃതഹോമം ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ ആവൃത്തി, 1-ാമത്തെ ആവൃത്തി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു അനുഷ്ഠാന വിധി ഭാരതത്തിൽ പൗരാണികമായിട്ട് പുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിധിയാണ്. ഭാരതത്തിൽ മാത്രമല്ല, പൗരസ്ത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ അനുഷ്ഠാന വിധി ഉണ്ടായിരുന്നു. അതായത് ഹോമദ്രവ്യങ്ങൾ, അത് ചമതയായാലും നെയ്യായാലും ഹവിസായാലും അതുപോലെയുള്ള ദ്രവ്യങ്ങളൊക്കെ തന്നെ പ്രകൃതിയിലുള്ള ഊർജ രൂപങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ള രീതി. അതാണ് ഈ ഗായത്രി മന്ത്രം നമ്മളിവിടെ എടുക്കാൻ കാരണം ഗായത്രിയുടെ ദേവത സവിതാവായിട്ടുള്ള സൂര്യനാണ്. അതേസമയം മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ എടുക്കുന്ന സമയത്ത് ആ മന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റെ ദേവതകളും ദേവതാ സ്വരൂപങ്ങളും ധ്യാനങ്ങളും അതിൻ്റെ പ്രത്യേകിച്ച വിധികളും ഒക്കെയുണ്ട്. ഉദാഹരണമായിട്ടിപ്പോൾ മഹാവിഷ്ണു എന്നുള്ള ഒരു മന്ത്രമൂർത്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ സദാശിവൻ എന്നുള്ള ഒരു മന്ത്രമൂർത്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സപ്തമൂർത്തികളുണ്ട്, ഗണപതിയുണ്ട്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യനുണ്ട്, ദുർഗയുണ്ട്, ശങ്കരനാരായണനുണ്ട്. ഇങ്ങനെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന സപ്തമൂർത്തികളെ പുരസ്കരിച്ചിട്ടുള്ള ഹോമങ്ങളും പൂജാവിധികളും ഒക്കെ തന്നെ അതാതിൻ്റെ വിധാനത്തിൽ അത് പഠിച്ച് അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള, അവഗാഹം നേടിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്തു വരുന്നത്. അതേസമയം ഈ ഗായത്രി മന്ത്രം അങ്ങനെയല്ല. ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് രണ്ട് ദേവതയും അതിദേവതയും എന്ന് പറയുന്നത് സവിതാവും ഈ മൂലപ്രകൃതിയുമാണ്. അപ്പോൾ മൂലപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി തന്നെയാണ്. സവിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. അതാണ് ഈ ധരാസൗരം എന്നുള്ള പേര്. ധര എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. സൗരം പറഞ്ഞാൽ സൂര്യനുമായി ബന്ധപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ധരാസൗര പദ്ധതി പ്രകാരത്തിൽ നമ്മൾ ഭൂമിയെയും സൂര്യനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധന രീതി ആയതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം ഉള്ളത്. അപ്പോൾ അത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് വെച്ചും ആർക്കും ചെയ്യാവുന്ന ഒരു സാർവലൗകികവും സാർവജനീനവുമായ സാർവദേശീയവുമായ ഒരു ഗ്ലോബൽ പെർസെപ്ഷനിലാണ് അത് നമ്മൾ കാണുന്നത്. മറ്റ് മൂർത്തികളെ പോലെ അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ മതങ്ങളിലുള്ള തത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത് സ്ഥലകാലബദ്ധമാണ്. നമുക്ക് അങ്ങനെയില്ല. സ്ഥലകാലങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന സൗരമണ്ഡലവും, ഇത് തമ്മിലുള്ള ബന്ധമാണ് ഈ ആരാധനയുടെ പൊരുൾ. അതുകൊണ്ടാണ് ഇതിലെ പ്രത്യേകിച്ചുള്ള മറ്റ് വിലക്കുകളൊന്നും ഇല്ല എന്നും അവനവന് നേരിട്ട് എങ്ങനെയാണോ സൂര്യപ്രകാശം എല്ലാവരിലും ജാതിയോ മതമോ ദേശ വ്യത്യാസങ്ങളോ സാമൂഹ്യ സമത്വാസമത്വങ്ങളോ ഒന്നും നോക്കാതെ എങ്ങനെയാണോ സൂര്യൻ്റെ രശ്മികൾ എല്ലാവരിലും പരക്കുകയും എല്ലാവരിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതാണ് തമസോമാ ജ്യോതിർഗമയ, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. അതാണ് ഈ സവിതാവിൻ്റെ സവിതൃമണ്ഡലത്തിൽ നിന്നും സൂര്യമണ്ഡലത്തിൽ നിന്നും വരുന്ന ആ പ്രകാശത്തിൻ്റെ ഒരു ഒരു വ്യാപനം. അതിലൂടെ ഇരുട്ട് പോവുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനായിട്ട് നിജപ്പെടുത്താതെ ഒതുക്കാതെ ലോകത്തിന് മുഴുവനും എങ്ങനെയാണ് സൂര്യപ്രകാശം ഉപകാരപ്പെടുന്നത് അതേപോലെ ആ സൂര്യനെ പ്രകീർത്തിക്കുന്ന പവിത്രമായിട്ടുള്ള ഗായത്രി മന്ത്രവും എല്ലാവർക്കും ഉപാസിക്കാം. അതിന് പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ല. നമ്മളൊരു ചിട്ട അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ജപമായാലും മതി. അതാണ് ഗായത്രി ജപോത്സവം 4 വർഷം മുമ്പ് ഇവിടെ നടത്താനും കാരണം അതാണ്. ജപത്തിൽ അപ്പുറം ഒന്നുമില്ല. പ്രത്യേകിച്ച് കലികാലത്ത് നമുക്ക് അതിനെ സാധിക്കുള്ളൂ. അപ്പം ജപിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് ഏത് വിഷയവും കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രാഥമികമായ അറിവ് വേണം.
ആ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ അനുഷ്ഠാന മണ്ഡപത്തിൻ്റെ ലക്ഷ്യം. അത് അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടത് അതാത് ഭക്തജനങ്ങളാണ്. നമ്മൾ മറ്റാരെയും ആശ്രയിക്കാതെ അവനവന് തന്നെ സ്വയം പര്യാപ്തമായ രീതിയിൽ ചെയ്യാവുന്ന ലഘുവായ ക്രമങ്ങളാണ് ഈ അനുഷ്ഠാന മണ്ഡപത്തിലുള്ളത്. അതിലൂടെ നമ്മൾ ആത്മശാക്തീകരണം നടക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ആത്മശാക്തീകരണം അല്ലെങ്കിൽ സെൽഫ് എംപവർമെൻറ്റ് എന്ന് പറയാൻ കാരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ ഒരു ജൈവ വസ്തുവായി തുടരുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിടവ് വലുതാണ്. അപ്പോൾ അത് ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഓരോ സമൂഹത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ലോകത്താകമാനം ഉണ്ടാകുന്ന പ്രയാസങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ നമ്മൾ തന്നെ സുസജ്ജരാവണം. അതിന് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പദ്ധതിയാണ് ഈ ധരാസൗര പദ്ധതി പ്രകാരം നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ പൊതുവെ സങ്കോചം ഉണ്ടാവും. ഇതൊക്കെ ബ്രാഹ്മണരായ പുരോഹിതന്മാർ ചെയ്യേണ്ടതല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് ചെയ്യുന്ന മറ്റുള്ള മന്ത്രമൂർത്തികളുടെ വിഭാഗത്തിനാണ് നമ്മളങ്ങനെ പ്രത്യേകം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ ഈ ധരാസൗര പദ്ധതിയിൽ സൂര്യൻ, ആ സൗരമണ്ഡലം അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്ന ആ ആകാശഗംഗയുടെ കേന്ദ്രമായിട്ടുള്ള സൂര്യൻ എന്ന് പറയുന്ന ഈ നക്ഷത്രം, അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങൾ ഈ ആധുനിക ശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആ ഊർജം തരുന്ന സൂര്യദേവനെ ദേവനായി കണ്ടുകൊണ്ടാണ്. കാരണം നമുക്ക് ഊർജം തരുന്നു, നമ്മളെ ബോധം തരുന്നു, ധിഷണ തരുന്നു, ധാരണ തരുന്നു, നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള പ്രത്യക്ഷ ദേവനാണ് ശരിക്കും സൂര്യൻ. ആ സൂര്യൻ ഉദിച്ചുകൊണ്ട് ഈ മൂലപ്രകൃതിയായിട്ടുള്ള ഈ പ്രകൃതിയെ ഭൂമി ദേവിയായി കണ്ടുകൊണ്ട്, അപ്പോൾ ഈ ദേവിയും ദേവനും അതാണ് വേണമെങ്കിൽ നമുക്ക് ശിവനും പാർവതി എന്നൊക്കെ പറയാം. അതേപോലെ ഭൂമിയും സൂര്യനും എന്ന് പറഞ്ഞാൽ ശിവനും ശക്തിയും തന്നെയാണ്. ആ രീതിയിൽ വളരെ ഉദാരമായി കണ്ടുകൊണ്ട് എല്ലാം ഓപ്പൺ ടു ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഫോറം എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുഷ്ഠാന ക്രമങ്ങളിൽ ഇതിൽ ഒരു ശ്രമണ പാരമ്പര്യം ഉണ്ട്, ഒരു വൈദിക പാരമ്പര്യമുണ്ട്. വൈദിക പാരമ്പര്യം പറഞ്ഞാൽ വേദങ്ങളിൽ കാലഗണനയൊക്കെ BC 6000 വരെയൊക്കെ പോയി കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം വളർന്നു വന്നിട്ടുള്ളതാണ് ഈ ശ്രമണ പാരമ്പര്യം. അതായത് അജീവികന്മാർ, അതുപോലെ തന്നെ ജൈനന്മാർ, അതുപോലെ തന്നെ ബുദ്ധന്മാർ, അങ്ങനെ വിവിധ, അതുപോലെ ഈ താവോ മതക്കാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഏറ്റവും പുതിയതായിട്ടുള്ള ഗുരുനാനാക്കിൻ്റെ വരെയുള്ള അങ്ങനെ പൗരസ്ത്യ ദേശങ്ങളിലുണ്ടായിട്ടുള്ള വ്യത്യസ്ത ദർശന പദ്ധതികൾ, അതോടൊപ്പം തന്നെ സെമിറ്റിക്കായിട്ടുള്ള ദർശന പദ്ധതികൾ, ഈ വക എല്ലാ പദ്ധതികളും ചേർന്നുകൊണ്ടുള്ളതാണ് ഈ ആരാധന രീതി. കേവലം വൈദികം മാത്രമല്ല, അതിൽ വൈദികമായ ക്രമങ്ങളിലൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള സ്വതന്ത്രമായ ശ്രമണ പാരമ്പര്യവും കൂടി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അവനവൻ തന്നെയാണ് ഈ ഊർജത്തിനെ കണ്ടെത്തുന്നതും ഊർജത്തെ ഉപാസിക്കുന്നതും ഊർജത്തെ സ്വീകരിക്കുന്നതും അതുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതും. അത് മറ്റു തരത്തിലുള്ള ബാഹ്യമായ യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും അതിലില്ല. അതുകൊണ്ടാണ് ഇത് രണ്ട് പാരമ്പര്യം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രമണ പാരമ്പര്യമാണ്, വൈദിക പാരമ്പര്യമാണ്. പദ്ധതികളൊക്കെ തന്നെ വൈദിക മുറയിലും അതിൻ്റെ ദർശന പദ്ധതികളൊക്കെ തന്നെ ശ്രമണ പദ്ധതിയിലാണ് വരിക. അങ്ങനെ രണ്ടും ചേർന്നുകൊണ്ടുള്ള ഈ പദ്ധതി പ്രകാരമുള്ള ആരാധനയാണ് നടക്കുന്നത്. ഇത് മുഴുവൻ ഞങ്ങൾ ലോകത്തിന് സമർപ്പിക്കുകയാണ്. ഭാവിയിലുള്ള ആരാധനാക്രമങ്ങളൊക്കെ തന്നെ ഈ രീതിയിലാണ് വരുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള വിവിധ സാമൂഹ്യ തട്ടുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ സനാതന സംസ്കാരത്തെ പകർന്നു കൊടുക്കണമെങ്കിൽ ആ വിഭജനങ്ങളൊക്കെ മാറി, ജാതീയമായോ മറ്റു മതപരമായിട്ടുള്ള വിഭജനങ്ങളൊക്കെ മാറി നമ്മൾ എല്ലാവരും ഒറ്റ മനുഷ്യരാണെന്നുള്ള ഒരു മാനവികതാ ബോധമാണ് നമുക്ക് ഈ അനുഷ്ഠാന പദ്ധതി പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. അത് കാരണം നമ്മൾ ചെയ്തു വന്നിട്ടുള്ള രീതികളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അതിലാരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എത്ര എളുപ്പമല്ല. നമ്മൾ നിലവിൽ കണ്ടും കേട്ടും വളർന്നും വന്നിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രത്യേക മുറയിൽ പോകുന്നത് കൊണ്ട്, വൈദിക മുറയിലും പൗരോഹിത്യ മുറയിലും ബ്രാഹ്മണ പൗരോഹിത്യ മുറയിലൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് അത് ശ്രേഷ്ഠം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശ്രമണ പാരമ്പര്യത്തിലൂടെ നമ്മൾ ഈ ഒരു ജനകീയ പദ്ധതി വളർത്തിയെടുക്കുകയും അങ്ങനെ പ്രകൃതി ബോധവും ദേശസ്നേഹവും അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹവും നമ്മൾ താമസിക്കുന്ന ഈ
ആകാശഗംഗയെ പറ്റിയിട്ടുള്ള ഒരു ആഗോള സൗരബോധവും ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാം ആഹുതികളും ലോകത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം.